ശ്രീ എസ് ലാൽ, അദ്ദേഹം ആരോഗ്യ വിദഗ്ധനാണ്, രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ എസ് ലാൽ, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങൾ തന്നെ സ്വയം അവരും ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. മന്ത്രിമാർ എന്തുകൊണ്ട് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല, അവർ സ്വകാര്യ ആശുപത്രികളിലേക്കും വിദേശത്തേക്കും എന്തുകൊണ്ട് പോകുന്നു എന്നത്. അങ്ങ് തന്നെ ഇതിനു മുൻപ് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇരട്ടത്താപ്പ് ഇങ്ങനെ വച്ചു പുലർത്താൻ കഴിയുക എന്നതാണ്? ഇത് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ പോരെ, ഇതിന് അപ്പുറത്തോട്ട് എന്തോ ഒരു വാക്കാണ് എനിക്ക് പറയേണ്ടത്. ഇപ്പം നമുക്ക് പൊളിറ്റിക്സ് ഒരു മറുവശം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ പൂർണ്ണമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതു മുന്നണി ഭരിക്കുകയാണ്. അപ്പോൾ അത് മരിച്ചുപോയ മൺമറഞ്ഞ മുഖ്യമന്ത്രിമാരുടെ പേരൊക്കെ പറഞ്ഞതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്, 83 ജോയിൻ ചെയ്ത ആളാണ്, 42 വർഷത്തെ അനുഭവം, നിരന്തരം ബന്ധപ്പെടുന്നതാണ്. അവിടെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വെച്ചു. എല്ല് വിഭാഗത്തിലെ എല്ലാ ഹെഡുമാരും എൻ്റെ സുഹൃത്തുക്കളാണ്, ക്ലാസ്മേറ്റ്സ് വരെ 2 പേരുണ്ട്. എനിക്ക് കാലിലൊരു ഫ്രാക്ചർ ഉണ്ടായിട്ട് ഞാൻ പ്രൈവറ്റ് ടെസ്റ്റില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഇല്ല, സൗകര്യങ്ങളില്ല, ഫാൻ ചിലപ്പോൾ ഊരി തലയിൽ വീഴും. ഇതൊക്കെ കൂടാതെ നമ്മൾ അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള, നമുക്ക് ഇൻഷുറൻസൊക്കെ ഉള്ളവർ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ടവൻ്റെ കട്ടിലും കൂടെ പോയി. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിങ്ങനെ അല്ലായിരുന്നു പണ്ടെല്ലാം തകർച്ചയായിരുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളപ്പോഴാണ് ശ്രീ കെ കരുണാൻ സാറിന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രി നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് വരുന്നത്. പോലീസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. കാറവിടം പറ്റിയപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിൽ കിടന്ന് കാറവിടം പറ്റിയപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിമാർ വരികയും ചികിത്സ തേടുകയും ചെയ്യുന്ന എല്ലാവരുടെയും അവസാനത്തെ ആശ്രയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മെഡിക്കൽ കോളേജായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ഡിറ്റീറിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സർക്കാർ ഏത് സംവിധാനത്തിലും സർക്കാർ സംവിധാനം പരാജയപ്പെടുമ്പോഴോ അവർക്ക് സേവനം കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് സ്വകാര്യ മേഖല വളരുന്നത്. സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്, അതിനെ തള്ളിപ്പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നില്ലേ? KSRTCക്ക് എല്ലാ ഇടവഴിയിലും ബസ് വിടാൻ പറ്റും. ഓട്ടോറിക്ഷ ഉണ്ട്, ടാക്സി ഉണ്ട്, ഊബറുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും ഗവൺമെൻറ്റാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റുവർഡ്ഷിപ്പ് ഗവൺമെൻറ്റേ ഉണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്കോ ബസ്സിനോ സ്വന്തം റേറ്റ് തീരുമാനിക്കാൻ പറ്റും, അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ പോലും ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ഞാൻ ഒരു പഠിപ്പിക്കുന്ന വലിയൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ പ്രതിനിധി MK ഹരിദാസ് കൂടി അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇപ്പം മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതിനെ പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ മയോ ക്ലിനിക്കിൽ കിട്ടുന്ന ചികിത്സ ഇന്ത്യയിൽ തന്നെ, കേരളത്തിലില്ല എന്നുള്ളത് വാസ്തവമാണ്, ഇന്ത്യയിലും അത് ലഭിക്കാനില്ല. അപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഇൻസെൻസിറ്റീവ് ആവണ്ട എന്ന് തോന്നുന്നു. പക്ഷേ പകരം ഇവിടെ അതല്ലാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ലഭ്യമായ അത്യാധുനിക സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. അവിടെ പോകാൻ കഴിയുമ്പോൾ പോലും നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും MLA-മാരും എന്തുകൊണ്ടായിരിക്കും ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത്? അവർ മാതൃകയാക്കേണ്ടവർ എന്തുകൊണ്ടായിരിക്കും മാറി ചിന്തിക്കുന്നത്? ഈ ഭരണ സംവിധാനത്തിൽ ഗവർണർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാതൃകയാക്കിയിട്ട് ജനങ്ങൾക്ക് എല്ലാം കാണിച്ചു കൊടുക്കേണ്ടവരാണ് മന്ത്രിമാർ. അവരെ പിന്തുടർന്നിട്ട് വേണം ജനങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാതൃകയാകാൻ. തുടർഭരണം എന്നുള്ളത് കൊണ്ട് ഈ 9 വർഷത്തെ ഭരണം കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ജനങ്ങൾക്ക് പലതും മാതൃകയാക്കാമായിരുന്നു. നേരെ മറിച്ച് മാതൃകയാക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും അവർ മാതൃകയല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കണക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതിനപ്പുറമുള്ള രേഖാ തെളിവുകളോട് കൂടിയ കണക്ക്. ആ കണക്കൊന്ന് പറയാൻ എന്നെ ദയവ് ചെയ്തിട്ട് അനുവദിക്കണം. 1ാം പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ കണ്ണാട വാങ്ങിയ വഴി ചെലവായിട്ടുള്ളത് 2.6 ലക്ഷം രൂപയാണ്. ഞാനും ഈ കണ്ണാട വെച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ കണ്ണാടയുടെ വില 650 രൂപയാണ്. 350 രൂപ ഗ്ലാസ്സിന്, 300 രൂപയുടെ ഒരു ഫ്രെയിമും. അപ്പൊ എന്നെ പോലെ കഷ്ടി എനിക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടെന്ന് ഞാൻ ഇൻകം ടാക്സ് ഡിക്ലറേഷൻ കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ വരുമാനമുള്ള ഞാൻ 650 രൂപയുടെ കണ്ണാട ധരിച്ചിട്ട് എൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ 2.65 ലക്ഷം രൂപയ്ക്ക് കണ്ണാട 4 മന്ത്രിമാർ വാങ്ങി എന്ന് പറയുമ്പോൾ എന്ത് മാതൃകയാണ്, എന്ത് സന്ദേശമാണ് 1ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി രണ്ടാമത്, 1ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ മന്ത്രിമാരെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് മേടിച്ചിട്ടുള്ളത് 2.85 കോടി രൂപയാണ്. അതിലെ
ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന, അതായത് അത്രയും വട്ടപൂജ്യമായ ഒരു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ ചികിത്സയ്ക്ക് കിടക്കുമ്പോൾ തോർത്ത് മേടിച്ച ബില്ലടക്കം കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. തോർത്ത് മേടിച്ച 186 രൂപയ്ക്ക്, 120 രൂപയ്ക്കും തോർത്ത് കിട്ടും. അദ്ദേഹം 186 രൂപയുടെ ഒരു തോർത്ത് മേടിച്ച ബില്ലടക്കം കൊടുത്തിട്ട് 2.85 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് മേടിച്ചു. ഇനി രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ കയറിയിട്ട് 19 മാസം, 2021 മെയ് മുതൽ 2022 ഡിസംബർ വരെ 19 മാസത്തിലെ 1.85 കോടി രൂപയാണ് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് മേടിച്ചിരിക്കുന്നത്. അതിൽ 46 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രണ്ടാമതുള്ള മയോ ക്ലിനിക്കൽ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ എന്നെ അമ്പരപ്പിച്ചത്, അങ്ങേയറ്റം വാർദ്ധക്യം ബാധിച്ച കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി KSCBയുടെ ചുമതല ഏറ്റെടുക്കണമെന്ന് കേരളത്തിലെ 70% ജനങ്ങളുടെ ആവശ്യമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരുടെ ആവശ്യമാണ് എന്നിരിക്കെ അദ്ദേഹം കേവലം ഈ 19 മാസം കൊണ്ട് 60 ലക്ഷം രൂപയോളം മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് മേടിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വേണം മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോയത്. നമ്മുടെ അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അമേരിക്ക മുതലാളിത്ത കുത്തക രാജ്യത്തിന്റെ അതൊക്കെ മറക്കാം നമുക്ക്. പക്ഷെ മുഖ്യമന്ത്രി ഈ മയോ ക്ലിനിക്കിലേക്ക് എന്തിന് ചികിത്സയ്ക്ക് പോകുന്നു എന്നുള്ളത് ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ 4-5 അപേക്ഷ അയച്ചിട്ട് ഡിക്ലെയർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പൈൽസിനാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇമാജിനേഷൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ 3 പ്രാവശ്യത്തെ മയോ ക്ലിനിക്കൽ സന്ദർശനത്തിന് വേണ്ടിയിട്ട് 1.5 കോടി രൂപയാണ് ഇതിനോടകം ചെലവഴിച്ചിരിക്കുന്നത്. ഈ പോക്കിനടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 60 ലക്ഷം രൂപ മന്ത്രിസഭ പാസ്സാക്കി എന്നുള്ള റിപ്പോർട്ട് കണ്ടതാണ്. ബാക്കി കണക്കുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ദരിദ്ര കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിക്ക് 1.5 കോടി രൂപ ചെലവാക്കിയിട്ട് നിങ്ങൾ അവതാരിക MK ഹരിദാസ് പറയുന്ന ഈ കണക്കുകൾ കൂടി ഈ നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, അതിലൊരു സംശയവുമില്ല. ഇടയ്ക്ക് ഈ കന്നഡയുടെ കാര്യം പറഞ്ഞോളും, ദിവിഷ് ഓർമ്മയുണ്ടാകും, മന്ത്രി R ബിന്ദുവിന്റെ കന്നഡയ്ക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്തെടുത്തത് 30,500 രൂപ മറ്റായിരുന്നു. അതോടൊപ്പം തന്നെ പഴയ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണന്റെ കന്നഡയ്ക്ക് 50,000, 1.5 ലക്ഷം രൂപയായിരുന്നു. അപ്പം അതാണ് വാസ്തവം. എന്തായാലും ഇതൊക്കെ ഈ കണക്കുകളൊക്കെ പുറത്തേക്ക് വരട്ടെ, പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ അല്ലേ. എന്തായാലും ഈ നിലയിൽ സ്വകാര്യ ആശുപത്രിയിലും അല്ലെങ്കിൽ വിദേശത്ത് നമുക്ക് ചികിത്സ തേടുന്നവരിൽ നമുക്ക് അങ്ങനെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിൽ എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുണ്ട്. നമുക്ക് ആ ലിസ്റ്റ് കൂടി ഒന്ന് വേഗത്തിൽ നോക്കാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരടക്കം ഈ പട്ടികയിലുണ്ട്. മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് K കരുണാകരനുണ്ട്, കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി AK ആന്റണി. ഇവരൊക്കെ സ്വകാര്യ ആശുപത്രികളിലോ വിദേശത്തൊക്കെ ചികിത്സ തേടി പോയിട്ടുള്ള ആളുകൾ തന്നെയാണ്. K കരുണാകരന്റെ കാർ വാഹനാപകടത്തിന് പിന്നാലെയായിരുന്നു ചികിത്സ തേടിപ്പോയത്. അതിന് പിന്നാലെയാണ് ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളമൊക്കെ സ്ഥാപിച്ചത്. നായനാരുടെ മറ്റേ പ്രശസ്തമായ ഡയലോഗൊക്കെ അതിന് പിന്നാലെയാണ് വന്നിരുന്നത്. G കാർത്തികേയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഇവരൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് പുറത്തുള്ള ആരോഗ്യ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ ഒപ്പം തന്നെ വിദേശത്തെയൊക്കെ ചികിത്സകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഇത് പൂർണ്ണമായി ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് പാടില്ലാത്ത കാര്യമെന്നല്ല, പക്ഷേ മാതൃകയാക്കേണ്ടവർ അത് മാതൃകയാകാതെ പോകുന്നു. ഒപ്പം വലിയ തോതിലുള്ള പണമാണ് ഒരുപക്ഷെ ചെലവഴിക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഈ ചികിത്സയ്ക്ക് തേടിക്കഴിഞ്ഞാൽ കൂടിയുണ്ട്. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചികിത്സകൾ സ്വാഭാവികമായും നമ്മൾ എവിടെ ചികിത്സിക്കണം, ആര് നമ്മളെ ചികിത്സിക്കണം എന്നുള്ളത് പൂർണ്ണമായും വ്യക്തിപരമായ ചോയ്സാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഇരട്ടത്താപ്പുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്, ലോകം നമ്മളെ മാതൃകയാക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ആ നമ്പർ 1 ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകുന്നതെന്ന ചോദ്യം പൊതുജനങ്ങൾ ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഡോക്ടർ SS ലാൽ തുടരുന്നുണ്ട്. ശ്രീലാൽ, ഇപ്പോൾ MK ഹരിദാസ് സൂചിപ്പിച്ച ആ കണക്കുകളുണ്ട്. നമ്മൾ മറ്റ് ആളുകളുടെ പേരുകൾ കൂടിയാണ്, അതിൽ പാർട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോൾ മന്ത്രിമാർക്ക് അതിൻ്റെതായ സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന പ്രിവിലേജ് അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഒരു മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, അവർക്ക് ചികിത്സാ കാര്യങ്ങൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ പണം ഉപയോഗിക്കുന്നതിൽ നമുക്ക് അങ്ങനെ അതൊരു വലിയ തെറ്റേന്നൊന്നും പറയില്ല. പക്ഷേ ഇതൊക്കെ വരുന്ന തുക, അത് എത്ര വലിയ തുകയാണ്, അത് മുഴുവനായി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ഇതിൻ്റെ പ്രശ്നം വരുന്ന അതേസമയം ഇവിടെ സാധാരണക്കാരൻ പോകുമ്പോൾ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുകയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരൻ പോകുമ്പോൾ ഉപകരണമില്ലാത്തതുകൊണ്ട് അവന്റെ ശസ്ത്രക്രിയ നീട്ടിവെക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഇതെല്ലാം നല്ല സംവിധാനത്തിലൂടെ പോവുകയായിരുന്നെങ്കിൽ ആരും ഇത് ചോദ്യം ചെയ്യുക പോലുമില്ല. സത്യമാണ്. ഇപ്പോൾ ശ്രീ അച്യുതാനന്ദൻ്റെ കാര്യം എടുക്കുക, നമുക്കെല്ലാവരും അദ്ദേഹം കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നത് സന്തോഷമാണ്. പക്ഷെ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത്, മെഡിക്കൽ കോളേജിലല്ല. മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ടെന്ന് പറയുക.
അപ്പോൾ അവർ ചർച്ചയ്ക്കിടയിൽ ഒരാൾ പറയുകയാണ് അത് ഗവൺമെൻറ് തന്നെയാണ് നോക്കുന്നത്. മെഡിക്കൽ കോളേജിലെ 8 പേരടങ്ങുന്ന ടീമാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ വന്ന് ശ്രീ അച്യുതാനന്ദനെ ചികിത്സിക്കുന്നത്. എന്തൊരു അക്രമമാണ് ഈ പറയുന്ന ആലോചിച്ച്. നമ്മൾ ആർക്കെങ്കിലും ഡോക്ടറെ എനിക്കുൾപ്പെടെ പറ്റില്ല മെഡിക്കൽ കോളേജിലൊരു ഡോക്ടർ വന്ന് പ്രൈവറ്റ് ആശുപത്രി ചികിത്സ നോക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കേരളത്തിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. 70% മനുഷ്യരും സ്വകാര്യ ആശുപത്രികളിലാണ് പോണത്. അത് പാവപ്പെട്ടവരുൾപ്പെടെ. എനിക്ക് പലപ്പോഴും പൊതുപ്രവർത്തന നിലയ്ക്ക് ഇടപെടേണ്ടി വരുന്ന മുഴുവൻ സ്വകാര്യ ആശുപത്രി വിളിച്ചൊന്ന് ബില്ല് കുറച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 70% പേരും സ്വകാര്യ ആശുപത്രി പോവുകയാണ്. ബാക്കി 30% പേരുടെ കാര്യമാണ് ഈ സർക്കാർ നോക്കുന്നത്. അത് നേരെ നോക്കണ്ടേ? അവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ടവരെ കബളിപ്പിക്കലല്ലേ. എൻ്റെ അയൽവാസി ഡോക്ടർ സീനിയർ ഡോക്ടറാണ്, ഒരു വനിത. അവർക്ക് സ്ട്രോക്ക് സംശയം വന്ന ഭാര്യയും ഭർത്താവും കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. ഡോക്ടർമാരാണ്. ഈയിടെ നടന്ന സംഭവമാണ്. MRI എടുക്കുന്ന ടേബിളിൽ നിന്ന് അവർ ഉരുണ്ട് താഴെ വീണു. അവർക്ക് ചെറിയൊരു മയക്കം ഉണ്ടായിരുന്നു. അവർ താഴെ വീണ് അവർ ഹെഡ് ഇഞ്ചുറി ആയി. പിന്നെ അവർ ന്യൂറോ ICUവിൽ കയറ്റേണ്ടി വന്നു. ഒരു ഡോക്ടർ ദമ്പതികളുടെ അവസ്ഥ ഇതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നിട്ട് അത് മെഷീൻ്റെ കേടോ ഡോക്ടർമാർ മോശമായതുകൊണ്ടല്ല, സംവിധാനങ്ങളില്ല. ഒരു ഡോക്ടർ MRI മെഷീൻ താഴെ വീണ് ഹെഡ് ഇഞ്ചുറി ആകുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചില സംഭവങ്ങളുണ്ട്. പക്ഷേ കാലം മാറിയില്ലേ, ഉപകരണങ്ങൾ മാറിയില്ലേ, സംവിധാനങ്ങൾ മാറിയില്ലേ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാണെന്ന് പറയും. ഇത് മാത്രമല്ല, ഈ വികസനത്തെപ്പറ്റി പറയുമ്പോഴേ ആശുപത്രികൾ പണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ മാത്രമുള്ള ആശുപത്രികളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഉണ്ട്. അത് പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ അത്തരം കെടുകാര്യസ്ഥതകളുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ വെറും ഒരു PR വർക്ക് മാത്രമാണ്. കഴിഞ്ഞ 9 വർഷമായിട്ടാണ് എല്ലാം ശരിയായെന്ന് പറയുന്നത്. അത് തെറ്റാണ്. ചരിത്രപരമായി അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സർക്കാരുകൾക്കും അതിൻ്റെതായ പങ്കുണ്ട്. അവർ അതിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ അവർ വെച്ച ശ്രദ്ധ തന്നെയാണ് ഇതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നതിൽ തർക്കമല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ എല്ലാ സംവിധാനം ശരി. നമുക്ക് ചില പ്രേക്ഷകരുടെ പ്രതികരണം കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. JM എന്ന ഐഡിയിലുള്ള വ്യക്തി പറയുന്നുണ്ട്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടം അത് 9 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്നത് നമ്പർ 1 സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ വളർത്താനാണ് എന്നുള്ളതാണ്. അതായത് ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുകയാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ അവരനുഭവിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെ പ്രയാസങ്ങളാണ് ഈ തുറന്നു പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്ന കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി താഴെ പോകണം MRI CT സ്കാനൊക്കെ എടുക്കാൻ. MRI എടുക്കണമെങ്കിൽ CT സ്കാനൊക്കെ എടുക്കണമെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരികയാണ്. ഉപകരണങ്ങൾ പുറത്തുനിന്ന് പിരിവിട്ട് വാങ്ങേണ്ടി വരികയാണ് സാധാരണക്കാരെന്ന് പറഞ്ഞത് അവിടെയുള്ള മേധാവിയാണ്, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. അപ്പോൾ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനെ മറച്ചു വെക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ ഒരു വിമർശനം ഉയരുമ്പോൾ, ഒരു പരാതി ഉയരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പൊതുജനാരോഗ്യ മേഖലയെ തളർത്താൻ ശ്രമിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പൊതുജനങ്ങൾ പറയുകയാണ്, പൊതുജനങ്ങൾ ചോദിക്കുകയാണ്. അത് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്.